പത്തനംതിട്ടയിൽ നിന്നും CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാല്, യെല്ലോ അലേർട്ടാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ പലയിടത്തും മഴ നാശം വിതച്ചിട്ടുണ്ട്. എന്താണ് അവസ്ഥ? ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മഴയിൽ കാര്യമായ കുറവുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ലഭ്യമായിട്ടില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പയാണ്. കോഴഞ്ചേരി പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണുള്ളത്. ഇന്ന് രാവിലത്തെ അപേക്ഷിച്ച് ജലനിരപ്പിൽ ഏറെക്കുറെ 1.5 മുതൽ 2 അടി വരെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലയിലടക്കം മഴയുടെ തോതിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരവും രാത്രിയുമായി 2 തവണ ചുഴലിക്കാറ്റ് വീശിയടിച്ച പന്തളം മേഖലയിൽ ഇന്ന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ മരങ്ങൾ കടപഴകി വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഒരുപക്ഷെ നാളെ ഉച്ചവരെയുള്ള സമയം അതിന് വേണ്ടിവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് ജില്ലയിൽ 20 വീടുകൾക്കാണ് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ആൾനാശം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ പോലും ഇന്നൊരു ദാരുണമായ സംഭവം ഉണ്ടായത് തിരുവല്ല മേപ്രാലിലാണ്. വൈദ്യുതാഘാതമേറ്റ് പ്രദേശവാസിയായ റെജി എന്ന 48 വയസ്സുകാരൻ മരണമടഞ്ഞു. പക്ഷേ അത് കാലവർഷക്കെടുതിയുടെ ഭാഗമായ കണക്കുകളിൽ വരുമോ എന്നത് സംശയമാണ്. കാരണം അനധികൃതമായി എടുത്ത വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടുള്ളത്. അതേസമയം ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തോട്ടപ്പുഴശ്ശേരി വില്ലേജ് പരിധിയിലാണ്. 5 കുടുംബങ്ങളിൽ നിന്നുള്ള 12 പേരാണ് ഇവിടെ താമസക്കാരായി വന്നിട്ടുള്ളത്. ജില്ലയുടെ നദികളുടെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അവസ്ഥയാണ് പ്രധാനപ്പെട്ട ഡാമുകളിൽ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ സംഭരണശേഷിയുമുള്ള ഡാമാണ് പമ്പ ഡാം. പമ്പ ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് എന്നുള്ളത് 22.36% മാത്രമാണ്. പിന്നീട് വരുന്നത് കക്കി ഡാമാണ്. കക്കി ഡാമിൽ പരമാവധി സംഭരണശേഷിയുമായി കണക്കാക്കുമ്പോൾ 37.6% മാത്രമാണ് ഇന്നത്തെ ജലനിരപ്പ്. ശരി, പത്തനംതിട്ട ജില്ലയിലെ മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് CK അഭിലാൽ ഇപ്പോൾ പറഞ്ഞത്. പമ്പയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജില്ലയിലെ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്.